Good morning dear students. Welcome to today's online class. ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ബ്രാഞ്ച് അക്കൗണ്ട്സിലെ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ് വിത്ത് ഇൻവോയ്സ് പ്രൈസ് അല്ലെങ്കിൽ ഗുഡ്സ് സെൻഡ് വിത്ത് ഇൻവോയ്സ് പ്രൈസ് എന്നുള്ള ടോപ്പിക്കാണ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിലെ ഇൻവോയ്സ് പ്രൈസ് എന്നുള്ള ടോപ്പിക്കിൽ 2 ക്വസ്റ്റ്യൻ കുട്ടികൾ ഹോംവർക്കായിട്ട് വർക്ക് ചെയ്യണം. ഇല്ലസ്ട്രേഷൻ 12ഉം ഇല്ലസ്ട്രേഷൻ 13ഉം പേജ് നമ്പർ 194 ഇല്ലസ്ട്രേഷൻ 12ഉം ഇല്ലസ്ട്രേഷൻ 13ഉം നിങ്ങൾ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുക. കാരണം അതിൽ സൊല്യൂഷൻ ഉണ്ട് എങ്കിലും വ്യത്യസ്തമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊന്നും തന്നെ അതിൽ എനിക്ക് പറഞ്ഞു തരേണ്ടതായിട്ടില്ല. ഇത് നമ്മളൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ അതുകൊണ്ട് അത് വീട്ടിൽ വർക്ക് ചെയ്യാം. നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത് തൊട്ട് മുൻപത്തെ ഹെഡായിട്ടുള്ള ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് വിത്ത് ക്യാഷ് സെയിൽസ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ് എന്നുള്ള ടോപ്പിക്കിലെ 2 എക്സസൈസ് ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത്. കാരണം അത് സൊല്യൂഷൻ ഇല്ലാത്ത ടെക്സ്റ്റിൻ്റെ ബാക്കിലുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസാണ്. അതെല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള സ്പെഷ്യാലിറ്റീസുള്ള ക്വസ്റ്റ്യൻസാണ് ചെയ്യുന്നത്. അതിലെ മറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വയം വീടുകളിലിരുന്ന് വർക്ക് ചെയ്യണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കുട്ടികൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേജ് നമ്പർ 235 എക്സസൈസ് ക്വസ്റ്റ്യൻ 6 ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. Madhav Traders has a branch at Mangalore. From the following particulars of branch, ascertain branch profit or loss by preparing a branch account in head office books. ഇനി ഐറ്റംസ് തന്നിട്ടുണ്ട്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഡ്യൂറിങ് ദി ഇയർ 3,14,000. ക്യാഷ് സെയിൽസ് 1,82,000. ക്രെഡിറ്റ് സെയിൽസ് 2 lakhs. Opening stock 12,500. Closing stock 15,700. Opening debtors 30,000. Closing debtors 25,900. Bad debt written off 1,100. Then expenses met by head office. Salary 12,000. Rent 13,000. General expenses 10,000. Total 35,000. ഇപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യനുള്ളത്. നമുക്കിത് ബോർഡിൽ വർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതൊരു സാധാരണ ക്വസ്റ്റ്യനാണ്. ഏത് ഹെഡിൽ വരുന്നത്? ബ്രാഞ്ച് അക്കൗണ്ട് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് വിത്ത് ക്യാഷ് സെയിൽസ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ് എന്നുള്ള ഹെഡിൽ വരുന്ന ക്വസ്റ്റ്യനാണ്. ഇവിടെ ഇൻവോയ്സ് പ്രൈസ് ഈ ക്വസ്റ്റ്യനിൽ വരുന്നില്ല. അതായത് ലോഡ് വരുന്നൊരു പ്രോബ്ലം അല്ല എന്ന് മാത്രം പറയട്ടെ. നമുക്കിത് ബോർഡിൽ സോൾവ് ചെയ്യാം. ഈ ക്വസ്റ്റ്യനിൽ മലബാർ ട്രേഡേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത, ഇതൊരു ക്യാഷ് സെയിൽസ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ് ക്വസ്റ്റ്യനാണ്. ഇൻവോയ്സ് പ്രൈസ് ഒന്നുമില്ല, ലോഡൊന്നും ഇല്ലാത്തൊരു ക്വസ്റ്റ്യനാണ്. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോ ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് ക്രെഡിറ്റ് സെയിൽസ് ഉള്ള ഒരു ക്വസ്റ്റ്യനിൽ അവിടെ എന്തുണ്ടായിരിക്കും? ക്രെഡിറ്റ് സെയിൽസ് ഉള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ ഡെപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സും ക്ലോസിംഗ് ഡെപ്റ്റേഴ്സും അല്ലെങ്കിൽ അതുപോലെ തന്നെ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കണം. ഈ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. പക്ഷേ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് നമുക്ക് തന്നു കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ ആദ്യം ചെയ്യേണ്ടത് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കുക എന്നുള്ളതാണ്. ഞാൻ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് ഒക്കെ എഴുതി വയ്ക്കുക എന്നുള്ളതാണ്. To balance, brought down.
ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ കഴിഞ്ഞാൽ അതെടുത്ത് എഴുതുക നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട് 30,000, ക്ലോസിംഗ് ഡെപ്റ്റേഴ്സും തന്നിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് എഴുതുക. ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് 30,000, ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് 25,900. ഇനി നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഇതിൽ ക്രെഡിറ്റ് സെയിൽ ഉണ്ട്, അതെടുത്ത് എഴുതുക. ക്രെഡിറ്റ് സെയിൽ മൂന്നാമത്തെ ഐറ്റമായിട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാഷ് സെയിലിന് താഴെ ക്രെഡിറ്റ് സെയിലാണ് 2 lakh. ഇപ്പോൾ 2 ക്രെഡിറ്റ് സെയിൽ. ക്രെഡിറ്റ് സെയിൽസ് 2 lakh. ദെൻ വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ്, ബാഡ് ഡെപ്റ്റ് റിട്ടേൺ ഓഫ്. ബാഡ് ഡെപ്റ്റ് റിട്ടേൺ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്കറിയാം, നമുക്ക് കിട്ടാക്കടം വന്നു, അതായത് പണം തരാനുള്ളവർ തരില്ല എന്ന് നമുക്ക് ഉറപ്പായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ കടം റൈറ്റ് ഓഫ് ചെയ്യുന്നു, അത് എഴുതി തള്ളുന്നു. അപ്പോൾ അത് നമ്മുടെ എവിടെ നിന്ന് കുറയും, നമുക്ക് കിട്ടാനുള്ള ഡെപ്റ്റേഴ്സിൽ നിന്ന് ആ എമൗണ്ട് കുറയുന്നു, 1100. പിന്നെ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. ഇനി എക്സ്പെൻസസ് മറ്റ് ബൈ, ഇനി വേറെ ഒന്നും കാണാനില്ല. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. 2 lakh, $2,30,000. അതന്നെ എഴുതി. ഇനി അതിൽ നിന്ന് നമ്മൾ 25,000, 25,900, 26,000, 27,000 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 2,03,000 കിട്ടും. ബൈ ക്യാഷ് ബാലൻസിങ് ഫിഗർ. ഇത് ബാലൻസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത് എന്നറിയാൻ വേണ്ടി, നമുക്ക് പിന്നീട് അക്കൗണ്ട് വരച്ചതിന് ശേഷം അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ ബാലൻസിങ് ഫിഗർ എന്ന് എഴുതി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ ഈ ക്യാഷ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരച്ചത് കേട്ടോ. ഇനി നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് പോകാം. അപ്പോൾ ഞാൻ മാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ട് വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതാം. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നല്ല, ഓപ്പണിംഗ് ബാലൻസ്. ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എന്തൊക്കെയാണെന്ന് നോക്കുക. ആദ്യം തന്നെ നമുക്കറിയാവുന്ന, അല്ലെങ്കിൽ ഇതിൽ 1 by 1 ആയിട്ട് എടുക്കുക. ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് ഗുഡ്സ് ആൻഡ് ക്യാഷ് സെയിൽസ്, ക്രെഡിറ്റ് സെയിൽസ് ഒക്കെയാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, അതെടുത്ത് എഴുതുക. ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് തന്നിട്ടുള്ളത് 12,500 12,500. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് 30,000, ബാഡ് ഡെപ്റ്റ് റിട്ടേൺ ഓഫ്, എക്സ്പെൻസസ് മെറ്റ് ബൈ ഹെഡ് ഓഫീസ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നുമില്ല, 2 ഐറ്റമേ ഉള്ളൂ. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറയുന്നത്
3,14,000. Then അടുത്തത് ക്യാഷ് സെയിൽസ് ആണ് നെക്സ്റ്റ്. അത് 1,82,000 ആണ് ക്യാഷ് സെയിൽസ് വന്നിട്ടുള്ളത്. ദെൻ നമുക്കിവിടെ ബൈ ക്യാഷ് സെയിൽസ് $1,82,000. അതിൻ്റെ കൂടെ നമുക്ക് ഡെപ്റ്റേഴ്സ് ഉണ്ട്. ഡെപ്റ്റേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ആണ്. അത് 2,03,000. $3,85,000. ദെൻ ഇനി നമുക്ക് എക്സ്പെൻസസ് മെറ്റ് ബൈ ഹെഡ് ഓഫീസ് ഉണ്ട്. ടു ക്യാഷ് എക്സ്പെൻസസ് സാലറി $12,000, റെൻ്റ് $13,000, ജനറൽ എക്സ്പെൻസ് $10,000. അപ്പോൾ 12, 10, 35, 35,000. ഇനി നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതാം. ബൈ ബാലൻസ് ക്യാരി ഡൗൺ. സ്റ്റോക്ക് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് സെപ്പറേറ്റ് പറഞ്ഞു തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 15,700. $15,700. ദെൻ ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് 25,900. ഇത്ര ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഇത് ക്ലോസ് ചെയ്യാം. ആ സൈഡായിരിക്കും കൂടുക. അവിടെ ആദ്യം കൂട്ടുക. ടോട്ടൽ ചെയ്യുമ്പോൾ 4,26,600. 4,26,600. അതന്നെ ഇവിടത്തേക്ക് എഴുതുക. 4,26,600. ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത് പ്രോഫിറ്റാണ്. ദാറ്റ് ഈസ് 35,100. 35,100. അത് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക? നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ജനറൽ P&L.
നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ. ഇതിൽ വലിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും തന്നെ ഇല്ല, ഒരു ഓർഡിനറി ക്വസ്റ്റ്യൻ തന്നെയാണ്. എങ്കിലും കുട്ടികൾ എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് ഡെപ്റ്റേഴ്സിൻ്റെ ക്യാഷ് റിസീവ്ഡ് തന്നിട്ടില്ല, അപ്പോൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കണം എന്നുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ് ഇതിലുള്ളത്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ 235 7th ക്വസ്റ്റ്യനാണ്. ശ്രുതി എൻ്റർപ്രൈസസ് തൃശ്ശൂർ ഹാസ് എ ബ്രാഞ്ച് അറ്റ് ബാംഗ്ലൂർ. From the following information for the year ending 31st December 2018, ascertain branch net profit or net loss. Balance on 1/1/2018, stock 18,000, debtors 21,000, petty cash 2,000, machinery 1 lakh, outstanding rent 2,000, goods sent to branch at cost price 2,13,000, goods returned by branch 3,000, credit sales 80,000, cash sales 93,000, cash received from debtors 72,000, returns by customers 3,000, expenses met by head office, advertisement 3,000, salary 2,000, wages 8,000, petty expenses 1,000. അതിൻ്റെ ടോട്ടൽ എക്സ്പെൻസസ് മെറ്റ് ബൈ ഹെഡ് ഓഫീസിൻ്റെ ടോട്ടൽ 14,000. ക്ലോസിംഗ് ബാലൻസസ് സ്റ്റോക്ക് 12,000, പെറ്റി ക്യാഷ് 800, ഔട്ട്സ്റ്റാൻഡിംഗ് റെൻറ്റ് 200. പ്രൊവൈഡ് ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി അറ്റ് ദ റേറ്റ് ഓഫ് 10% പെർ ആനം. ഇതും നേരത്തെ വായിച്ച 6ാമത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ ലോഡൊന്നുമില്ലാത്ത ക്വസ്റ്റ്യനാണ്. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് വിത്ത് ക്യാഷ് സെയിൽസ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യനാണ്. ഇതും നമുക്ക് ബോർഡിൽ വർക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കുന്നത്, ഇവിടെ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടില്ല, ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട്, പക്ഷേ ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടില്ല. അതുകൊണ്ടാണ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഓപ്പണിംഗ് ബാലൻസ് എഴുതി വയ്ക്കാം. ഓപ്പണിംഗ് ബാലൻസ് രണ്ടാമത്തെ ഐറ്റമായിട്ട് ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ബാലൻസിൽ 21,000 ആണ്. ഇനി ക്ലോസിംഗ് ബാലൻസ് എഴുതി വയ്ക്കാം. അത് തന്നിട്ടില്ല നമുക്ക്, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതായി കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ പ്രൈമറി ആയിട്ട് ചെയ്തു വയ്ക്കേണ്ട കാര്യം. ഒരു അക്കൗണ്ട് തന്നു കഴിഞ്ഞാൽ, അക്കൗണ്ട് വരയ്ക്കേണ്ടി വന്നാൽ. ഇനി ഓപ്പണിംഗ് ക്ലോസിംഗ് എഴുതി കഴിഞ്ഞാൽ ഇനി മറ്റ് ഐറ്റംസ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുക. സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, പെറ്റി ക്യാഷ്, മെഷീനറി, ഔട്ട്സ്റ്റാൻഡിങ്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച്, ക്രെഡിറ്റ് സെയിൽസ്. അത് നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ അത് നോക്കുക എത്രയാണ്. ക്രെഡിറ്റ് സെയിൽസ് 80,000. ക്രെഡിറ്റ് സെയിൽസ് 80,000. ദെൻ അടുത്ത ഐറ്റം ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് നമുക്ക് തന്നിട്ടുള്ളതാണ്. ബൈ ക്യാഷ് എമൗണ്ട് 72,000. പിന്നെ അടുത്ത ഐറ്റം റിട്ടേൺ ബൈ കസ്റ്റമേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ടെക്സ്റ്റിൽ സോൾവ് ചെയ്തതിൽ റിട്ടേൺസ് ബൈ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ അതിന് എക്സ്പ്ലനേഷൻ തന്നത് റിട്ടേൺസ് ബൈ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എടുക്കേണ്ടതുള്ളൂ എന്നാണ്. പക്ഷെ അതൊരു ശരിയായിട്ടുള്ള രീതിയല്ല, അവിടെ അങ്ങനെ എടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ.
അതങ്ങനെ അസ്യൂം ചെയ്തിട്ട് എടുക്കാത്തതാണ്. റിട്ടേൺസ് ബൈ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ചും ഇവിടെ നമുക്ക് പ്രത്യേകിച്ചും എന്ന് പറയാനില്ല, എവിടെയും ക്യാഷ് സെയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് റിട്ടേൺസ് ബൈ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാലും അത് ഡെപ്റ്റേഴ്സിൻ്റെ ആവാം, അല്ലെങ്കിൽ എന്താണ് പുറത്തുള്ളവരുടെ ആവാം. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടെ എടുക്കാതിരിക്കാം. അപ്പോൾ ഒരു നോട്ട് കൊടുത്തിട്ട് നമുക്കത് എടുക്കാതിരിക്കാം. വേണമെങ്കിൽ നമുക്ക് ഇവിടെ എടുക്കുകയും ചെയ്യാം. അപ്പം നമുക്കിവിടെ റിട്ടേൺസ് തന്നിട്ടുണ്ടെങ്കിൽ അത് എന്തിനായിരിക്കും, ഇതിനായിരിക്കും എന്നുള്ള അസംഷനിലാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ റിട്ടേൺസ് ബൈ കസ്റ്റമേഴ്സ് എന്ന് വന്നാലും ഡെപ്റ്റേഴ്സ് എന്ന് വന്നാലൊക്കെ എടുക്കാറുണ്ട്. നേരത്തെ ഞാൻ അങ്ങനെ എക്സ്പ്ലനേഷൻ തന്നത് ടെക്സ്റ്റിൽ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ റിട്ടേൺ ബൈ കസ്റ്റമേഴ്സ് നമുക്ക് എടുക്കാം. റിട്ടേൺസ് സ്വാഭാവികമായിട്ടും നമ്മുടെ ബാലൻസ് കുറയ്ക്കുന്നതാണ്. റിട്ടേൺസ് ബൈ കസ്റ്റമേഴ്സ് 3000, 3000. ഇനി വേറെ ഐറ്റംസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് ബാലൻസ് ചെയ്യാം. അപ്പോൾ ഇവിടെ 1,01,000 അതന്നെ അപ്പുറത്തേക്ക് എടുത്ത് എഴുതുക. നമ്മുടെ അവിടുത്തെ ടോട്ടൽ 75,000 ആണ്. അപ്പോൾ നമുക്ക് ബാലൻസ് വരെ 26,000 ആണ്. അതുകൂടെ എഴുതുക. 26,000 ബ്രാക്കറ്റിലെ ബാലൻസിങ് ഫിഗർ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ചെയ്യാനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് പോവാം. ഇനി നമുക്ക് ബാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ട് വരയ്ക്കാം. ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതാം. ടു ബാലൻസ് ബ്രോഡ് ഡൗൺ. ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ തന്നിട്ടുണ്ട് ആദ്യം തന്നെ. സ്റ്റോക്ക് 18,000. ഡെപ്റ്റേഴ്സ് 21,000. അടുത്ത ഐറ്റം പെറ്റി ക്യാഷ് 2,000. പെറ്റി ക്യാഷ് 2,000. മെഷീനറി 1 lakh. മെഷീനറി 1 lakh. ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് 2,000. ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് ലയബിലിറ്റി ആണ്. ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് 2,000. Then goods sent to branch. Goods sent to branch 2,13,000. Goods returned by branch 3,000. അത് എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതുക. ഗുഡ്സ് സെൻഡ് ടു
ബ്രാഞ്ച് റിട്ടേൺസ്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് റിട്ടേൺസ് തന്നെ എഴുതാം. ഗുഡ്സ് റിട്ടേൺ ബൈ ബ്രാഞ്ച് അത് 3000. ക്രെഡിറ്റ് സെയിൽസ് നമ്മളെടുത്താണ്, ഇവിടെ വരില്ല. ക്യാഷ് സെയിൽസ്, ക്യാഷ് സെയിൽസ് ഉണ്ട്. ക്യാഷ് സെയിൽസ് നമുക്ക് തന്നിട്ടുള്ളത് 93,000 ആണ്. ക്യാഷ് സെയിൽസ് 93,000. ഇപ്പോൾ സാധാരണ ഇത് എഴുതുമ്പോൾ അതിൻ്റെ കൂടെയാണ് നമ്മൾ ഡെപ്റ്റേഴ്സ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് എഴുതുക. പക്ഷേ ക്യാഷ് റെമിറ്റഡ് ടു ഹെഡ് ഓഫീസിന് സെപ്പറേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് നേരത്തെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. എത്രയാണ്? ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് അവിടെ തന്നെ തന്നിട്ടുണ്ട് 72,000. $1,65,000. ദെൻ അടുത്തത് എക്സ്പെൻസസ് മെറ്റ് ബൈ ഹെഡ് ഓഫീസ്. അപ്പോൾ അതിനെ നമ്മൾ ക്യാഷ് ഹൈഫൺ ഇട്ട് എക്സ്പെൻസസ്, എന്താണ്, അഡ്വർടൈസ്മെൻറ്റ് ഒക്കെ സെപ്പറേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് തന്നെ എഴുതണം. അഡ്വർടൈസ്മെൻറ്റ് 3,000. സാലറി 2,000. wages 8,000. petty expense 1,000. അപ്പോൾ 14,000. ദെൻ അടുത്ത ഐറ്റം ക്ലോസിംഗ് ബാലൻസ് ആണ്. ബൈ ബാലൻസ് ക്യാരി ഡൗൺ. സ്റ്റോക്ക് 12,000. സ്റ്റോക്ക് എന്ന് പറയുന്നത് 12,000. പെറ്റി ക്യാഷ് 800. പെറ്റി ക്യാഷ് 800. ഔട്ട്സ്റ്റാൻഡിംഗ് റെൻറ്റ് 200. ഔട്ട്സ്റ്റാൻഡിംഗ് റെൻറ്റ് 200. ഇനി നമുക്ക് പ്രൊവൈഡ് ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി പറഞ്ഞിട്ടുണ്ട്. ഒരു ഐറ്റം നമ്മൾ ഡെപ്റ്റേഴ്സിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് കൂടി എഴുതണം. അപ്പോൾ ഇവിടെ ഡെപ്റ്റേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചതാണ്, നമ്മുടെ ഡെപ്റ്റേഴ്സിൻ്റെ അക്കൗണ്ടിൽ ഉണ്ടാവും. 26,000 ആണ്. 26,000 ആണ് നമ്മൾ കണ്ടുപിടിച്ച എമൗണ്ട്. ഡെപ്റ്റേഴ്സ് 26. ഇനി മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ 10% ആണ്. അപ്പോൾ മെഷീനറി 1,00,000.
ലെസ് ഡിപ്രീസിയേഷൻ 10% എന്ന് പറയുമ്പോൾ 10,000. അപ്പോൾ 90,000. ഇനി വേറൊന്നും എഴുതാനില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? രണ്ട് സൈഡും ഈക്വലായിട്ട് വരയ്ക്കാം. അപ്പോൾ ഇവിടെ ഞാനൊന്ന് റഫായിട്ട് ബാലൻസ് ചെയ്തപ്പോൾ ഇവിടെയാണ് കൂടുതൽ വരുന്നത്, ഇവിടെയാണ് കൂടുതൽ എമൗണ്ട് വരുന്നത്. അപ്പോൾ അവിടെയാണ് ആദ്യം കൂട്ടി നോക്കിയപ്പോൾ അവിടെ കുറവാണ് വരുന്നത്. അപ്പോൾ ഇവിടെയാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ഇവിടെ 3,68,200. അതന്നെ അപ്പുറത്തേക്ക് എടുത്തെഴുതി 3,68,200. ദെൻ ബാലൻസ് ചെയ്യുമ്പോൾ 69,400 ആണ് കിട്ടുന്നത്. 69,400. 69,400. $69,400. ഈ 69,400 എന്ന് പറയുന്നത് നെറ്റ് ലോസ്. ഒന്നുകൂടി ഇത് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ, കാരണം കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വരാം. ട്രാൻസ്ഫേർഡ് ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ ഐറ്റംസും ഒന്നുകൂടി കുട്ടികൾ ചെക്ക് ചെയ്യാം. ഇതിലെ ഈ ബാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ട് ചെയ്യുന്നതിൽ, ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൽ വലിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല. പക്ഷേ ഓപ്പണിംഗ് സ്റ്റോക്കും അതുപോലെ തന്നെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഒക്കെ കുറച്ച് നമ്പർ ഓഫ് ഐറ്റംസ് ചില സ്ഥലങ്ങളിൽ കൂടുതലുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. വേറെ വലിയ അഡ്ജസ്റ്റ്മെൻറ്റുകളില്ല. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ടോപ്പിക്ക് ഡെപ്റ്റേഴ്സ് സിസ്റ്റം അവസാനിക്കുകയാണ്. ഡെപ്റ്റേഴ്സ് സിസ്റ്റം എന്ന് പറയാൻ പറ്റില്ല. ഡെപ്റ്റേഴ്സ് സിസ്റ്റത്തിൽ ഈ ക്രെഡിറ്റ് സൈഡിൽ നിന്ന് മാത്രമുള്ള ടോപ്പിക്ക് അവസാനിക്കുകയാണ്. ഇനി നമുക്ക് അതിൽ ലോഡുള്ളൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അതായത് സെല്ലിംഗ് പ്രൈസിൽ ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ 236 236 പേജിലെ 10ാമത്തെ ഇല്ലസ്ട്രേഷനാണ്. ഇല്ലസ്ട്രേഷനല്ല, എക്സസൈസ് പ്രോബ്ലം ആണ്. From the following details, ascertain the net profit of the Kolkata branch to which goods are invoiced by head office at a 20% on invoice price. Opening stock 75,000. Closing stock 90,000. Debtors at the beginning 42,000. Goods invoiced from head office 5,20,000. Credit sales 2,10,000. Cash received from debtors 1,98,000. Cash sales 3,60,000. Cash remitted to head office 5,56,000. Expenses at branch paid by head office 14,000. ഇത്രയാണുള്ളത്. ഇത് നമുക്ക് ബോർഡിൽ വർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. കാരണം നമുക്കിവിടെ ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട്, പക്ഷേ ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് തന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം അത് ചെയ്യാം. To balance, brought down, by balance, carried out. ഇനി നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് എഴുതാം. ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുള്ളത് ഡെപ്റ്റേഴ്സിന് 42,000 ആണ്.
42,000. ഈ ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടില്ല. അടുത്തത് ഗുഡ്സ് ഇൻവോയ്സ്ഡ്, ക്രെഡിറ്റ് സെയിൽസ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് 1,98,000. അപ്പോൾ ബൈ ക്യാഷ് 1,98,000. ദെൻ തൊട്ട് താഴെ ക്രെഡിറ്റ് സെയിൽസ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സിൻ്റെ തൊട്ട് മുൻപരായിട്ടുണ്ട് ക്രെഡിറ്റ് സെയിൽസ്, നമുക്ക് ആവശ്യമുള്ളതാണ്. ക്രെഡിറ്റ് സെയിൽസ് എമൗണ്ട് 2,10,000. വേറെ ഐറ്റംസ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാലൻസ് ചെയ്യാം. $2,52,000 അതന്നെ പുറത്തേക്ക് എഴുതുന്നു. 2,52,000. അവിടെ 1,98,000 ആണ് ബാലൻസ് ചെയ്യുമ്പോൾ 54,000 ആണ് വരുന്നത്. ഇപ്പോൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ബാലൻസിങ് ഫിഗർ വരുന്നത്, ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്ന ക്ലോസിംഗ് ബാലൻസ് ആണ്. ബാലൻസിങ് ഫിഗർ വരുന്ന 54,000 രൂപയാണ് കേട്ടോ. ഇനി നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് പോകാം. അപ്പോൾ കൊൽക്കത്ത ബ്രാഞ്ച് അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. ബ്രാഞ്ച് അക്കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ലോഡിംഗ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ലോഡിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രോഫിറ്റിൻ്റെ കണ്ടൻ്റ് ഉള്ള ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൽ പ്രോഫിറ്റ് അടക്കമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് 20% ഓൺ ഇൻവോയ്സ് പ്രൈസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇൻവോയ്സ് പ്രൈസിൻ്റെ 20% പ്രോഫിറ്റിൻ്റെ കണ്ടൻ്റാണ്, പ്രോഫിറ്റിൻ്റെ ലോഡാണ്. അത് നമ്മൾ ക്യാൻസൽ ചെയ്യുന്ന പോസ്റ്റിംഗ് നടത്തിയിരിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ടു ബാലൻസ് ബ്രോഡ് ഡൗൺ, ഓപ്പണിംഗ് ബാലൻസ് ആണ്. ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്കാണ് തന്നിട്ടുള്ളത്. സ്റ്റോക്കിൻ്റെ എമൗണ്ട് 75,000 ആണ്. സ്റ്റോക്ക് കഴിഞ്ഞാൽ അടുത്ത ഐറ്റം ഡെപ്റ്റേഴ്സ് അറ്റ് ദ ബിഗിനിങ്. ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സ് 42,000. ദെൻ ഡെപ്റ്റേഴ്സ് കഴിഞ്ഞാൽ വേറെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഐറ്റംസ് ഒന്നും തന്നെ ഇല്ല. ദെൻ അടുത്ത ഐറ്റം ഗുഡ്സ് ഇൻവോയ്സ്ഡ് ഫ്രം ഹെഡ് ഓഫീസ്. അത് നമുക്ക് സാധാരണ എഴുതുന്ന പോലെ തന്നെ എഴുതിയാലും കുഴപ്പമില്ല. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, അല്ലെങ്കിൽ ഇൻവോയ്സർ എന്ന് എഴുതിയോണ്ട് കുഴപ്പമില്ല കേട്ടോ. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അല്ലെങ്കിൽ ഇൻവോയ്സ്ഡ് 5,20,000. ദെൻ അടുത്ത ഐറ്റം ക്രെഡിറ്റ് സെയിലാണ് നമ്മൾ എടുത്തു. ദെൻ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് 1,98,000 ആണ്. അപ്പോൾ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ഉണ്ട്, ക്യാഷ് സെയിൽസ് വന്നിട്ടുണ്ട്. പക്ഷേ തൊട്ട് താഴെ ക്യാഷ് റെമിറ്റഡ് ടു ഹെഡ് ഓഫീസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് നോക്കണം. ആദ്യം തന്നെ നമുക്ക് ബൈ ക്യാഷ് എഴുതാം. 5,56,000 ആണ്. ബൈ ക്യാഷ് 5,56,000 ആണ്. ഇനി നമുക്ക് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. സാധാരണ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് സെയിൽസ് നമുക്ക് ഉള്ളത്
ക്യാഷ് സെയിലുള്ളത് 3,60,000 ആണ്. ഞാനിവിടെ ജസ്റ്റ് നമുക്ക് ഒരു എന്താണ് നോക്കാൻ വേണ്ടിയിട്ടാണ്. 3,60,000 ആണ് നമ്മുടെ ക്യാഷ് സെയിൽസ്. 360 ക്യാഷ് സെയില്. ക്യാഷ് റെമിറ്റഡ് ടു ഹെഡ് ഓഫീസ് അല്ലെങ്കിൽ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് 1,98,000 ആണ്. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇതാണ് സാധാരണ റെമിറ്റൻസ് വരിക. പക്ഷെ റെമിറ്റൻസ് സെപ്പറേറ്റ് തന്നിട്ടുള്ള സ്ഥിതിക്ക് ഇവിടെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും. 558 ഉണ്ട്. അതിൽ 556 കഴിച്ചാൽ ബാക്കിയുള്ള 2,000 ക്ലോസിങ് ക്യാഷ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ടാവും കേട്ടോ. അപ്പോൾ 2,000 രൂപ ഇതിൽ നിന്ന്, ഇതാണ് 556 നമുക്ക് ടോട്ടൽ ക്യാഷ് കിട്ടിയിട്ടുള്ളത്. അതിൽ നിന്ന് 556 നമ്മൾ റെമിറ്റ് ചെയ്തു. ബാക്കി 2,000 രൂപ ബ്രാഞ്ചിലെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് ഉണ്ടായിരിക്കും. ഇതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് കേട്ടോ. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് എഴുതുമ്പോൾ ഈ 2,000 കൂടി എഴുതണം. ഇത് ഞാനിപ്പോൾ എഴുതിയത് കുട്ടികൾ വർക്കിംഗ് നോട്ടിൽ നോട്ട് ചെയ്യുക, അത് എക്സ്പ്ലനേഷൻ ആയിട്ട് കാണിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ക്യാഷ് റെമിറ്റഡ് ടു ഹെഡ് ഓഫീസ് കഴിഞ്ഞാൽ എക്സ്പെൻസസ് അറ്റ് ബ്രാഞ്ച് പെയ്ഡ് ബൈ ഹെഡ് ഓഫീസ് എന്നാണ്. അപ്പോൾ അതിന് ക്യാഷ് എക്സ്പെൻസസ് എത്രയാണ്? 14,000. ഇനി നമ്മളൊരു കാര്യം വിട്ടുപോയിട്ടുണ്ട് ചെയ്യാനുള്ളത്. ഇതിൻ്റെയൊക്കെ റിസർവ് കാണണം. അപ്പോൾ ഇവിടെ ബൈ സ്റ്റോക്ക് റിസർവ് ബ്രാക്കറ്റിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എമൗണ്ട് എത്രയാണ്? 75,000ൻ്റെ 20%. അപ്പോൾ 7,500 15,000. അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞു. ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ റിസർവ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഉണ്ട് അല്ലേ? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഉണ്ട്. അതിൻ്റെ റിസർവ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ബ്രാക്കറ്റിലെ റിസർവ്, എന്നിട്ട് ഈ എമൗണ്ട് 5,20,000 ഇൻറ്റു 20/100. അപ്പോൾ ഇവിടെ 52,000 ഇൻറ്റു 2 1,04,000. അപ്പോൾ അത് രണ്ടുമായി. ഇനി അടുത്ത ഐറ്റം എന്താണെന്ന് നോക്കുക. ഇനി നമുക്ക് വേറെ ഐറ്റംസ് ഒന്നും ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് എഴുതാം. ബൈ ബാലൻസ് ക്യാരി ഡൗൺ. ആദ്യം സ്റ്റോക്കാണ്. സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് അടുത്ത് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട്. 90,000 ആണ്. ഇതിൻ്റെ സ്റ്റോക്ക് റിസർവ് മറന്നു പോകണ്ട, അപ്പം തന്നെ എഴുതാം. സ്റ്റോക്ക് റിസർവ് ബ്രാക്കറ്റിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എമൗണ്ട് എത്ര വരിക? 90,000 ഇൻറ്റു 20/100. അപ്പോൾ 50,000 18,000. സ്റ്റോക്ക് കഴിഞ്ഞാൽ അടുത്ത ഐറ്റം ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സിൻ്റെ സ്റ്റോക്ക് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് തന്നിട്ടില്ല, നമ്മൾ കണ്ടുപിടിച്ചതാണ്. ദാറ്റ് ഈസ് 54,000. 54,000 ആണ്. ദെൻ സ്റ്റോക്ക് ഡെപ്റ്റേഴ്സ്. പിന്നെ ഒരു ഐറ്റം ഉണ്ട് ഇവിടുത്തെ ക്യാഷ് ബ്രാക്കറ്റിൽ നമ്മൾ എഴുതുന്നു. എങ്ങനെയാണ് എഴുതുക? കൃത്യമായിട്ട് തന്നെ എഴുതി വയ്ക്കാം. ഇനി അതൊരു സംശയം വേണ്ട കുട്ടികൾക്ക്. ക്യാഷ് സെയിൽ നമുക്ക് 360 ക്യാഷ് റിസീവ്ഡ് 198 ആണ്.
മൈനസ് 5,56,000. ഇത് സെയിൽസ്, ഇത് ഡെറ്റേഴ്സ്. അപ്പോൾ ഇവിടെ എത്രയാണ് വരിക? 2,000 രൂപയാണ് അവിടെ വരുന്നത്. ദെൻ സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ് 3 ആയിട്ട് എഴുതി. ഇവിടെ റിസർവ് നമ്മൾ എഴുതി. വേറെ ഐറ്റംസ് ഒന്നും നമ്മൾ വിട്ടുപോയിട്ടില്ല എന്ന് ഒന്നുകൂടി ഉറപ്പ് വരുത്തുക. അത്രയായി കഴിഞ്ഞാൽ ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ എവിടെയാണ് കൂടുതലെന്ന് റഫായിട്ട് നോക്കുക, അവിടെ ബാലൻസ് ചെയ്യുക. അവിടെ തന്നെയാണ് കൂടുതൽ. 8,21,000. 8,21,000. അതന്നെ അപ്പുറത്തേക്ക് എഴുതുക. 8,21,000. ഇത് കുറച്ച് ബാലൻസ് ചെയ്യുന്ന സമയത്ത് 1,52,000. 1,52,000. ഇത് നെറ്റ് പ്രോഫിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ജനറൽ P&L അക്കൗണ്ട്. നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിലൊരു വളരെ പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അത് കുട്ടികൾ ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ക്യാഷിൻ്റെ ഒരു ക്ലോസിംഗ് ബാലൻസ് വരും. ഇത് ശ്രദ്ധിക്കണം. അതുപോലെ ഇവിടെ എഴുതുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. അതുതന്നെയാണ് ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് സ്റ്റോക്ക് റിസർവ്. ആ സ്റ്റോക്ക് റിസർവ് ശ്രദ്ധിക്കുക. ഇവിടുത്തെ സ്റ്റോക്ക് റിസർവ് ശ്രദ്ധിക്കുക. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൻ്റെ റിസർവ് ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മൾ പ്രോഫിറ്റിൻ്റെ ലോഡുള്ള കാരണം കൊണ്ടാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക. എന്തായാലും നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. കുട്ടികൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു വെരി മച്ച്.